കോഴിക്കോട് ഉള്ളിയേരി പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി. +1 വിദ്യാർത്ഥി ഉള്ളിയേരി സ്വദേശി നവദർശി നന്ദുവിനെയാണ് +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ഈ പരാതി എന്താണ്? കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് എന്താണ്? നിഖിൽ, ഇവരുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അസംഭവ്യമെന്ന് തോന്നും. അത്തരത്തിലുള്ള പരാതികളൊക്കെയാണിത് ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയിട്ടുള്ള പരാതിയിൽ വ്യക്തമാക്കുന്നത്. താൻ കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യാറുണ്ട് എന്നും അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എടുക്കാറുണ്ട് എന്നും ഈ പരിക്കേറ്റ, അതായത് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ കൊണ്ട് പറയിപ്പിച്ച് ഈ 15ഓളം വരുന്ന സുഹൃത്തുക്കൾ, അതായത് സ്കൂളിലെ തന്നെ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നും അത് നിർബന്ധിച്ച് പറയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അത്തോളി പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ഇതേ തുടർന്ന് ഇതിന് വിസമ്മതിച്ചപ്പോൾ ഈ കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ +1 വിദ്യാർത്ഥിയാണ് +2 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് അത്തോളി പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. തൻ്റെ മകൻ പറയാത്ത കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ അത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു വീഡിയോ ഈ +2 വിദ്യാർത്ഥികൾ ചിത്രീകരിക്കുന്നു. അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു വീഡിയോ ഈ സുഹൃത്തുക്കൾ ഷൂട്ട് ചെയ്യുന്നു. വീട്ടിൽ പറഞ്ഞാൽ ഈ വീഡിയോ പുറത്ത് ലീക്കാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും ബന്ധുക്കൾ അത്തോളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ പരാതി വിശദമായി പരിശോധിച്ചു പോരുകയാണ്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.